സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി വീണ്ടും ചർച്ച നടത്തും. ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്തായിരിക്കും ചർച്ച. നാളെ മുതലാണ് സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, ഇന്ന് നടക്കുന്ന ചർച്ച വളരെ നിർണായകമാണ്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ അടക്കം വർദ്ധിപ്പിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് നേരത്തെ ഒരു പണിമുടക്ക് നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടുള്ള അനിശ്ചിതകാല പണിമുടക്കിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ചർച്ച എത്ര മണിക്ക് എപ്പോൾ നടക്കും? ജിൽസി, 18-ാം തീയതി ഗതാഗത മന്ത്രിയുമായിട്ട് ഒരു വട്ടം ചർച്ച നടത്തിയതാണ് സ്വകാര്യ ബസ് ഉടമകൾ. അന്ന് പക്ഷേ ചർച്ച പരാജയപ്പെടുകയാണ് ചെയ്തത്. 3 പ്രബല സംഘടനകളും നാളത്തെ പണിമുടക്കുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് അന്ന് ഗതാഗത മന്ത്രിയെ അറിയിച്ചത്. ഏറ്റവും വലിയ തർക്കം നടക്കുന്നത് ഈ വിദ്യാർത്ഥികളുടെ ബസ് കൺസെഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലാണ്. 1 രൂപയിൽ നിന്ന് 5 രൂപയായിട്ട് വർദ്ധിപ്പിക്കണമെന്നതാണ് സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം. പക്ഷേ അതിനോട് സർക്കാരിന് അനുകൂല തീരുമാനമാണെങ്കിൽ പോലും വിദ്യാർത്ഥി സംഘടനകളുമായിട്ടൊക്കെ ചർച്ച നടത്തി കുറച്ചുകൂടി സമയം, ഒരു സാവകാശമാണ് സർക്കാർ തേടിയത്. പക്ഷേ അതിനോട് വിയോജിപ്പാണ് സ്വകാര്യ ബസ് ഉടമകൾ പറഞ്ഞത്. അതുകൊണ്ടാണ് നാളത്തെ പണിമുടക്കുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. പക്ഷേ ഇന്നിപ്പോ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്ത് ഗതാഗത മന്ത്രിയുടെ ഓഫീസിലാണ് ഈ ചർച്ച നടക്കുക. നേരത്തെ തന്നെ ഈ വിദ്യാർത്ഥി കൺസെഷനുമായി ബന്ധപ്പെട്ട് അന്നത്തെ ചർച്ചയിൽ തന്നെ ഗതാഗത സെക്രട്ടറി PV നൂഹിനെ വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നു. ആ റിപ്പോർട്ട് പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഗതാഗത സെക്രട്ടറിയും അതുപോലെ ഗതാഗത കമ്മീഷൻ ഉൾപ്പെടെ ഉള്ളവർ ഇന്നത്തെ ഈ ചർച്ചയിൽ ഉണ്ടാവും. എന്തായാലും ഒരു സമവായ നീക്കത്തിലേക്ക് എത്രയും വേഗം എത്തിക്കുക. ഈ സ്വകാര്യ ബസ് ഉടമകൾ നാളെ പ്രഖ്യാപിച്ചിരിക്കുന്ന അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിക്കുക എന്നീ ആവശ്യം തന്നെയായിരിക്കും സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. 140 കിലോമീറ്ററിന് മുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിക്കണമെന്നുള്ള ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയാണ് തീരുമാനം എടുക്കേണ്ടതെന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞത്. എന്തായാലും ഇത് അടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് വീണ്ടും ചർച്ചയാവും. ഒരു അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നാളത്തെ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനം. ശരി, സനൂപാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ഗതാഗത മന്ത്രിയുമായി നടക്കുന്ന സ്വകാര്യ ബസ് ഉടമകളുടെ ചർച്ച വളരെ പ്രധാനമാണ്. ചർച്ച പരാജയപ്പെട്ടാൽ നാളെ അനിശ്ചിതകാല സമരവുമായി സ്വകാര്യ ബസ് ഉടമകൾ മുന്നോട്ട് പോകും. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനെതിരെ കോഴിക്കോട് പ്രതിഷേധം തുടരുന്നു. യൂത്ത് കോൺഗ്രസ് കുറ്റ്യാടി കോഴിക്കോട് പാതയിൽ സ്വകാര്യ ബസ് തടയുകയാണ്. പേരാമ്പ്രയിൽ ബസ്സിടിച്ച് വിദ്യാർത്ഥി മരിച്ചതിലാണ് പ്രതിഷേധം. ഷബീർ ഒമർ വിവരങ്ങൾ നൽകും. ഷബീർ, ഇന്നലെയൊക്കെ വലിയ പ്രതിഷേധം കണ്ടിരുന്നു. ഇന്നലെ ബസ്സുകൾ സർവീസ് റദ്ദാക്കുകയും ചെയ്തു. ഇന്ന് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ബസ്സുകൾ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധം, എവിടങ്ങളിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്? ഷബീർ, കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിൽ ഒരു നടപടി ഇല്ലാത്ത പക്ഷം പ്രതിഷേധം തുടരുമെന്നാണ് യുവജന സംഘടനകളെല്ലാം തന്നെ അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ നടത്തിയ പ്രതിഷേധത്തിന് പിന്നാലെ ഇന്നും യൂത്ത് കോൺഗ്രസ് പേരാമ്പ്രയിൽ ഈ കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ തടഞ്ഞുള്ള പ്രതിഷേധം നടത്തിയത്. ഇന്നും കാര്യമായ ബസ്സുകൾ സർവീസ് നടത്തിയിട്ടില്ല. ഇന്നലെയും പ്രതിഷേധത്തെ തുടർന്ന് സർവീസുകൾ നിർത്തിവെച്ചിരുന്നു. ഇന്നിപ്പോൾ സർവീസ് നടത്തിയ ഒരു സ്വകാര്യ ബസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പേരാമ്പ്ര ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് തടഞ്ഞു. തുടർന്ന് നേരിയ സംഘർഷത്തിലേക്ക്, വാക്ക് തർക്കത്തിലേക്ക് നീങ്ങി. പിന്നാലെ പോലീസ് ഇടപെട്ട് ഈ ബസിന്റെ സർവീസ് നിർത്തിവെപ്പിച്ചിട്ടുണ്ട്. ബസ് പിന്നീട് സ്റ്റാൻഡിലേക്ക് കയറ്റി വെച്ച് സർവീസ് നിർത്തുകയാണ് ഉണ്ടായത്. ഈ ബസ്സുകളുടെ അമിത വേഗതയിൽ തീരുമാനമുണ്ടാകാത്ത പക്ഷം ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ സർവീസ് അനുവദിക്കില്ല എന്നാണ് യുവജന സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം രാവിലെ തന്നെ തുടങ്ങി. അല്പസമയത്തിനകം യൂത്ത് ലീഗിന്റെ പ്രതിഷേധമുണ്ട്. ഒപ്പം തന്നെ BJPയും ഇതേ വിഷയത്തിൽ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം പേരാമ്പ്ര കക്കാട് ഭാഗത്ത് തെറ്റായ ദിശയിൽ വന്ന അമിത വേഗതയിൽ വന്ന സ്വകാര്യ ബസ്സിടിച്ച് കോളേജ് വിദ്യാർത്ഥി മരിക്കുന്നത്. മരുതോങ്കൽ സ്വദേശിയായിട്ടുള്ള അബ്ദുൾ ജവാദാണ്. സ്കൂട്ടർ യാത്രികനായിരുന്നു ഈ ബസ്സിടിച്ച് മരിച്ചത്. ഇതിനു മുമ്പും സമാനമായ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്കാണ് ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ വലിയ തരത്തിൽ അമിത വേഗതയിൽ അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നു എന്നുള്ളതാണ് യുവജന സംഘടനകളുടെ ഒപ്പം തന്നെ നാട്ടുകാരുടെ എല്ലാം പരാതിയുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. പക്ഷേ ഈ സർവകക്ഷി യോഗം കോൺഗ്രസ് ഉൾപ്പെടെ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. കാരണം നേരത്തെ ഈ വിഷയത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. ആ തീരുമാനങ്ങൾ നടപ്പിലായിട്ടില്ല. പിന്നീട് ഈ സർവകക്ഷി യോഗത്തിൽ കാര്യമില്ല എന്നാണ് ഇവരുടെ പരാതി. ആ നിലയ്ക്ക് ഒരു പ്രതിഷേധം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ അമിത വേഗതയിൽ ശാശ്വതമായ നടപടികളില്ലാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നാണ് യുവജന സംഘടനകളുടെ നിലപാട്. ഷബീർ, എന്തായാലും സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനെതിരെയാണ് ഇന്നിപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. അപ്പോൾ